നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരക്കാൻ പോകുന്നു. പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം, പ്രത്യേകിച്ചും മനസ്സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഇവരുടെ ഭാഗ്യം തെളിയുന്നു. അതിലൂടെ ജീവിതത്തിൽ ഒട്ടുമിക്ക അനുകൂലമായ സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ വന്നുചേരുകയും നല്ല കാലത്തിന്റെ തുടക്കം കുറിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടാനുള്ള വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും ജീവിതത്തിൽ ഇനി രക്ഷപ്പെടില്ല, ഇനി മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരുകയും അതിലൂടെ മികച്ച നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ഉറപ്പായും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതറിയാതെ പോകുന്ന ആളുകൾക്ക് അവിടെ നല്ല കാലം വന്നു ചേർന്നു എന്നറിയാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ. ഈ നാളുകാർ സൽക്കർമ്മങ്ങളോ പുണ്യപ്രവൃത്തികളോ ക്ഷേത്ര ദർശനം, അതോടൊപ്പം തന്നെ വഴിപാടുകൾ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗ്യം ഇരട്ടിയായി വർദ്ധിക്കും. ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അനുകൂലമായ അവസ്ഥകൾ ഇരട്ടിയായി ലഭിക്കും. ഇത്യാദി കാര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുതിപ്പ് തന്നെയാണ് തുടങ്ങാൻ ഇരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുകയും മികച്ച അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ കൊയ്യുന്ന കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്നു. അവരെ കടാക്ഷിക്കുന്ന മേഖല എന്ന് പറയുന്നത് സമ്പത്തിന്റെയാണ്. സാമ്പത്തിക നിലയിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ കുതിപ്പ് തന്നെയാണ് വന്നു ചേരുന്നത്. കടങ്ങളുള്ള ആളുകളാണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. സാമ്പത്തിക പരാധീനതകൾ, കടബാധ്യത, സാമ്പത്തിക പിരിമുറുക്കം ഇത്യാദി കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ധനപരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് ധാരാളം പണം അവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതോടുകൂടി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും വീട്, സ്വന്തമായൊരു കാറ്, വസ്തു ഇത്യാദി കാര്യങ്ങൾ അവരുടെ കൂടെ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നൊരു സമയമാണ്. ഇതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടും, പച്ചപിടിക്കും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ്. അതിലൂടെ ഇവർ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കുമൊക്കെ എത്തിച്ചേരും. ഭാഗ്യമുണ്ട്. എല്ലാവിധത്തിലും ഉയർച്ചകൾ നേടാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വരുമാന വർധനമുണ്ടാകുന്നു, ലാഭം വർദ്ധിക്കുന്നു. അതായത് സ്വന്തമായൊരു ബിസിനസ്സോ സംരംഭമോ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, ജോലി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടെ മാറുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ, ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെയും തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്.
കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ മികച്ച അവസരങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകളുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ മാറുന്നു. കടബാധ്യത തീർക്കാൻ സാധിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും കുതിച്ചുയരാനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. മഹാഭാഗ്യം തന്നെയാണ്. മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവർദ്ധനമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഒട്ടുമിക്ക നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂർണ്ണതം നക്ഷത്രമാണ്. പൂർണ്ണതം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യം വന്നു ചേരുന്ന ഏതെല്ലാം കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ പൂർണ്ണ വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കുന്നു. പ്രവർത്തന മികവുണ്ടാകുന്നു. ഏതൊരു പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതിൽ മികച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരും. സഹപ്രവർത്തകരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ, സഹായ സഹകരണങ്ങളും പിന്തുണയും ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനോ അവിടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന വളരെ ഐശ്വര്യദായക ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. അതിലൂടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു. ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, പരിഹാര മാർഗങ്ങൾ അതിനുവേണ്ടി അവലംബിക്കുന്നു അതൊക്കെ പൂർണ്ണ വിജയം തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. മാനസിക പ്രശ്നങ്ങൾ, മനസ്സമാധാനമില്ലാത്ത ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. കുടുംബ വഴക്കുകളൊക്കെ മാറും. കുടുംബത്തിൽ ഐശ്വര്യവർദ്ധനമാണ്. കുടുംബത്തിൽ സ്നേഹബന്ധമുണ്ടാകും. സഹപ്രവർത്തകരുമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക മികച്ച അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. മികച്ച ഉയർച്ചകൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ദുഃഖവും ദുരിതവും കടവും കടപ്പാടുമായി നിന്നിരുന്ന ഒരു സമയത്ത് അവിടെ ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു. ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു. എല്ലാ തരത്തിലും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച അവസരങ്ങൾ കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മത്സര പരീക്ഷയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ അവർക്ക് സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കോടീശ്വരയോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ, ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടത്തിൻ്റെയും മികച്ച ഉയർച്ചയോടുകൂടിയും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. മാനസിക സമ്മർദ്ദത്തോടുകൂടി ഉണ്ടായിരുന്ന ജീവിതം ഇനി അങ്ങനെയല്ലാതെ ആഡംബരപൂർണമായി വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് സമൃദ്ധിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യമാണ്. ഇവർ എന്ത് മനസ്സിൽ വിചാരിച്ചോ അതൊക്കെ നിഷ്പ്രയാസം വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.